എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല ഉണക്കമാങ്ങ അച്ചാറാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ. എങ്ങനെയാണ് ഉണക്കമാങ്ങ അച്ചാർ ഇടുന്നതെന്ന് നോക്കാം. ഒരു വർഷം മുമ്പേ നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന മാങ്ങയാണ്. മാങ്ങയുടെ സീസൺ ആകുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് മാങ്ങ ഉണങ്ങി വെക്കാറുണ്ട്. തൊലിയൊന്നും കളയാതെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി തിരുമ്മി വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്ത മാങ്ങയാണ്. നമ്മളിവിടെ കുറച്ച് അച്ചാറിടാനായിട്ട് എടുക്കുന്നുണ്ട്. ഒരു കൊല്ലത്തോളം സൂക്ഷിച്ച് വെച്ച മാങ്ങ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടിയൊക്കെ അതിൽ കാണും. അതെല്ലാം ഒന്ന് കളയാനായിട്ട് നല്ലപോലെ ഒന്ന് കഴുകി കൂടി എടുക്കുക. ഇനി ഒന്ന് നല്ലപോലെ കഴുകിയെടുത്താൽ തന്നെ അതിലെ പൊടിയെല്ലാം മാറിക്കിട്ടും. കാരണം നമ്മൾ ഇത്രയും നാൾ സൂക്ഷിച്ച് വെച്ചതായതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്ന് കഴുകുന്നത്. കഴുകിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് കുതിർത്തി എടുക്കാനും കൂടിയുണ്ട്. 2-3 തവണ കഴുകിയാൽ മാത്രമേ ഇതിൻ്റെ പൊടിയെല്ലാം നല്ലപോലെ പോയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 3 തവണ കഴുകി മാങ്ങയെല്ലാം വൃത്തിയാക്കി എടുക്കാം. മാങ്ങ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വൃത്തിയാക്കി എടുത്ത മാങ്ങയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. മാങ്ങ നനയ്ക്ക് കിടക്കുവോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. മാങ്ങയുടെ മേലെ വരുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് മാങ്ങ നല്ലപോലെ ഒന്ന് കുതിർത്തിയെടുക്കണം. ഒരു 3 മണിക്കൂറെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം ഇനി മാങ്ങ അച്ചാർ ഇടാവുന്നതാണ്. ഇനി അച്ചാർ തയ്യാറാക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചി എല്ലാം എടുക്കാം. ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇഞ്ചി തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രം ഇട്ടാൽ മതി. ഒരുപാട് ഇഞ്ചി ചേർത്ത് കഴിഞ്ഞ് ചെറിയൊരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് വെളുത്തുള്ളി കൂടി ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. വെളുത്തുള്ളി തൊണ്ട് കളയാനൊരു എളുപ്പ മാർഗം കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെളുത്തുള്ളി തൊണ്ട് പൊളിക്കാതെ തന്നെ അതിൻ്റെ നടു ഒന്ന് മുറിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ തൊണ്ട് പൊളിഞ്ഞ് കിട്ടും. ഇതുപോലെ തൊണ്ട് കളയാതെ തന്നെ ഒന്ന് മുറിച്ച് കൊടുക്കുക. മുറിച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് അടന്ന് തൊണ്ടിൽ നിന്ന് മാറും. ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മുഴുവൻ വെളുത്തുള്ളിയും തൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് അരിഞ്ഞുകൂടി എടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി നല്ലപോലെ ഒന്ന് അരിഞ്ഞുകൂടി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ മുഴുപ്പിൽ തന്നെ ഒന്ന് അരിഞ്ഞുകൂടി എടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഒടിഞ്ഞ് കിട്ടുന്ന പാകത്തിന് വരെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ ഇനി നമുക്ക് അച്ചാർ ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളവും നമ്മൾ കളയാറില്ല. കാരണം അത് നല്ലൊരു ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കളയുന്നില്ല. നമ്മളിത് കറി വെക്കാൻ നേരം അതാണ് ഒഴിച്ച് കറി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതും കളയേണ്ട ആവശ്യമില്ല. ഇനി മാങ്ങ മാത്രം നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പാകത്തിന് അച്ചാറിന് പാകത്തിന് ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ മാങ്ങയൊന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. മാങ്ങ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാങ്ങ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം. ഇത് കളയേണ്ട ആവശ്യമില്ല. മാങ്ങയുടെ എല്ലാ ഗുണങ്ങളും ഇതിലും ഉണ്ട്. അതുകൊണ്ട് അത് കളയേണ്ട ആവശ്യമില്ല. നമുക്കത് വെച്ച് തന്നെ മാങ്ങ അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. മാങ്ങയെല്ലാം ഇനി ഒരേ അളവിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. മുഴുവൻ മാങ്ങയും ചെറുതാക്കി ഒരേ അളവിൽ തന്നെ മുറിച്ച് കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ അച്ചാറിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അച്ചാർ തയ്യാറാക്കിയാൽ മാത്രം മതി. ഇങ്ങനെയാണ് നമുക്ക് അച്ചാർ തയ്യാറാക്കുന്നതും കൂടി നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടാതെ നമ്മൾ അച്ചാറിലേക്ക് ചേർക്കാനായിട്ട് ഇനി ആവശ്യമുള്ളത് കുറച്ച് കായമാണ്. ഒരു ചെറിയ കഷ്ണം കായം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഉണക്കി പൊടിച്ചെടുക്കാനുള്ളതാണ്. കൂടാതെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി അടുപ്പൊന്ന് കത്തിച്ച് അച്ചാർ തയ്യാറാക്കാനായിട്ടുള്ള പാത്രം കൂടി വെച്ച് കൊടുക്കാം. പാത്രത്തിൽ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഒരു 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായം ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്തിട്ടുള്ള കായം ഇട്ട് കൊടുക്കാം. കായം പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായി കിട്ടും. കായം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറം ഭാഗമെല്ലാം നല്ലപോലെ ഒന്ന് ഉണങ്ങി വരുന്നതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. നല്ലപോലെ ഒന്ന് ഉണങ്ങി വന്നാൽ തന്നെ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. കായം ആദ്യം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും കേട്ടോ. ഇനി നമ്മുടെ തവി വെച്ച് ഒന്ന് മുട്ടി കൊടുക്കുമ്പോൾ നമുക്കത് ഉണങ്ങിയോ എന്നുള്ളത് മനസ്സിലാകും. നല്ല ഹാർഡാകും. ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. കായം നല്ലപോലെ ഒന്ന് ഉണങ്ങി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കായും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇനി ഉലുവയും കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി വരണം. ഉലുവയും നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പച്ചമണം ഒന്ന് മാറി ചെറിയൊരു ഗോൾഡ് കളർ ആകുവോളം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയാണ്. ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൊടിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ടീസ്പൂൺ ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൊടി ചേർക്കുന്നുണ്ട്. ഈ ഒരു അച്ചാർ പൊടി മാത്രം മതി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇതിൽ കായത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടി വേണ്ടതുകൊണ്ട് മാത്രം നമ്മൾ കായം എക്സ്ട്രാ നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. ഇതൊരു 5 ടീസ്പൂണെങ്കിലും നമുക്ക് എടുക്കണം. ഇനി മൂപ്പിച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന 5 ടീസ്പൂൺ ബ്രാഹ്മൺസിൻ്റെ അച്ചാർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അച്ചാർ പൊടിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അച്ചാർ പൊടി എല്ലാ ഭാഗത്തും വരുന്ന പോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അച്ചാർ പൊടിയെല്ലാം മാങ്ങയിൽ നല്ലപോലെ ഒന്ന് പിടിക്കുവോളം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളമായിട്ട് നമ്മൾ ചേർക്കുന്നത് മാങ്ങ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം തന്നെയാണ്. അത് മുഴുവനും നമ്മുടെ മാങ്ങയിലേക്ക് ചാറായിട്ട് ചേർത്ത് കൊടുക്കണം. മുഴുവൻ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി വെക്കാം. ഉണക്കമാങ്ങ അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് മറ്റുള്ള അച്ചാർ പോലെയല്ല, കുറച്ച് വെള്ളം നീട്ടി വേണം വെക്കാനായിട്ട്. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കറി തയ്യാറായി കഴിഞ്ഞും നല്ലപോലെ കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. പിറ്റേന്നാണ് നമ്മളിത് ബോട്ടിലേക്കൊക്കെ മാറ്റുന്ന ആ സമയമാകുമ്പോഴത്തേക്കും ഒട്ടും ചാറ് കാണില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നീട്ടി വേണം വെക്കാനായിട്ട്. നമ്മളിവിടെ 2 വലിയ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുവേ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നുമെങ്കിലും പിന്നീട് അത് നല്ലപോലെ പറ്റി കുറുകി വന്നോളും. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കായമാണ്. നമ്മൾ കായം ഉണങ്ങി വെച്ചിരുന്നത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ച് വെച്ചിരുന്ന കായം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. അച്ചാർ ചൂടായി തിളയ്ക്കുന്നതനുസരിച്ച് ചാറെല്ലാം നല്ലപോലെ കുറുകി വരും. അതുകൊണ്ട് തന്നെ ഉണക്കമാങ്ങ അച്ചാർ ഇടുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ച് അച്ചാർ തയ്യാറാക്കിയില്ലെങ്കിൽ അവസാനം അച്ചാർ ഒട്ടും കാണില്ല. നമ്മുടെ അച്ചാർ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്.
ഉപ്പിട്ട് അരിഞ്ഞുണങ്ങിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ചാറിന് വേണ്ടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാങ്ങ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇനിയില്ല. അഥവാ ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അന്നേരം കുറവാണെങ്കിൽ മാത്രം വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. മാങ്ങ അത്യാവശ്യം വെന്ത് വന്നിട്ടുമുണ്ട്. മാങ്ങ നല്ലപോലെ വെള്ളത്തിലിട്ട് കുതിർത്തതാണെങ്കിൽ പോലും ചാറിക്കിടന്ന് നല്ലപോലെ ഒന്ന് വെന്താൽ മാത്രമേ അതിന് നല്ല ടേസ്റ്റ് കൂടി കിട്ടത്തുള്ളൂ. നമ്മുടെ അച്ചാറെല്ലാം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വിനെഗർ കൂടി നമുക്ക് ചേർക്കണം. വിനെഗറും കൂടി ചേർത്ത് കൊടുത്താലാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ കൂടി നമുക്ക് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിനെഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം. വിനെഗർ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുമുണ്ട്. നമ്മുടെ ചാറൊക്കെ പാകത്തിന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആറുന്നതിനനുസരിച്ചും ചാറ് നല്ലപോലെ കുറുകും കേട്ടോ. അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം ഒരു ദിവസം പുറത്ത് തന്നെ വെച്ചിട്ടാണ് പിന്നെ ബോട്ടിലേക്ക് മാറ്റുന്നത്. ബോട്ടിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും വെള്ളമില്ലാതെ നല്ലപോലെ വെയിലത്ത് വെച്ച് ഉണങ്ങിയ ബോട്ടിലായിരിക്കണം. അച്ചാർ തയ്യാറാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ദിവസം വെച്ചതിന് ശേഷം മാത്രമാണ് ബോട്ടിലേക്ക് മാറ്റുന്നത്. എപ്പോഴും വെള്ളമില്ലാതെ നല്ലപോലെ ഉണങ്ങിയെടുത്ത പാത്രമായിരിക്കണം. പാത്രത്തിലേക്ക് അച്ചാർ മാറ്റി വെക്കാം. ഇതാ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഉണക്കമാങ്ങ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാ മാങ്ങ അച്ചാർ പോലെയല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരുപാട് സൂക്ഷിച്ച് വെക്കേണ്ടി ഒന്നും വരാറില്ല. പെട്ടെന്ന് തന്നെ തീരാറാണ് പതിവ്. ഒരാഴ്ച കൂടുതലൊന്നും ഇവിടെ ഇരിക്കാറില്ല. അത്രയും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അച്ചാർ ഇങ്ങനെയാണ്. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ശരിക്കും ചാറൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. നല്ലപോലെ ചാറ് നീട്ടിയാണ് വെച്ച് തന്നിട്ട് പോലും ഇത്രയും കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയാൽ മാത്രം മതി. നമ്മുടെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.